ഇന്ന് കുറച്ച് ഹെവി ആയിട്ട് ഡബിൾ കളറിലൊരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൻ്റെ ബോഡിയും കുറച്ച് ഹെവി തന്നെയാട്ടോ. കാരണം അതിൽ നമ്മൾ ബീഡ്സ് ഒക്കെ വെച്ച് ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ചെറിയതും വലുതും ഒക്കെ ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് അത് ഞാൻ ഇത് മറച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം 3 ടൈപ്പ് ബീഡ്സ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ കളറിൽ കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്തിട്ട് അയച്ചതായിരുന്നു കേട്ടോ. ഈ കളേഴ്സ് എടുത്ത വീഡിയോ കുറച്ചടുത്തതായി പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം. ബോട്ടം പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടം പോർഷൻ വരുന്നത്. നല്ല ഫ്ലഫി ആയിട്ടാണ് കേട്ടോ സംഭവം ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലീവ്സ് കൂടെ ഈ ഒരു ടൈപ്പ് സ്ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡബിൾ കളറിൽ ആ ഒരു ബോട്ടം വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കസ്റ്റമർക്ക് നമ്മൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും അയച്ചപ്പോൾ കുറച്ച് നമുക്ക് ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൾ കുറച്ചുകൂടെ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെ 1-2 ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് ചെയ്യുന്നതിൻ്റെ മുന്നേയും ചെയ്ത് കഴിഞ്ഞിട്ടും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം പോലെ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാമല്ലോ. വേറെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ വേറെ എന്തൊക്കെയോ ഐഡിയാസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെതും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ നമുക്ക് കുറച്ച് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കലാണ് പണി വരുന്നത്. ആൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഒരു വാട്സപ്പിൽ തന്നെ എഡിറ്റൊക്കെ ചെയ്തിട്ട് ബീഡ്സ് വെക്കുന്ന സംഭവമൊക്കെ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ ബട്ടർഫ്ലൈസ് ഇങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫോട്ടോ അയച്ച് കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു കുറച്ചുകൂടി ബീഡ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു. കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബട്ടർഫ്ലൈസ് വെച്ചപ്പോഴാണ് ഇത് കുറച്ച് വലുതായി പോയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ വലുതായി പോയതുകൊണ്ട് നമ്മളത് ബട്ടർഫ്ലൈസ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മോൾഡ് ചെറിയതിൻ്റെ മോൾഡ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അതായിരുന്നു കുറച്ചുകൂടി ഇഷ്ടമായേ. ആ ഒരു ബട്ടർഫ്ലൈ വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതാണോ അതോ ഈ കുഞ്ഞു ബട്ടർഫ്ലൈ വെച്ചതാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റിൽ ആൾ തന്നപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു. അതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഇച്ചിരി കുറച്ചപ്പോഴേക്കും കുറച്ചുകൂടി ഫ്ലഫ്നെസ് കൂടുതലായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം മുന്നേ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉള്ളതാണ്. നമ്മൾ 1 ഇയറിൽ ചെയ്യണ സെയിം ഡ്രസ്സ് 4 ഇയറിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ലുക്കിലും വേരിയേഷൻ വരും കേട്ടോ. അപ്പോൾ അത് കുറേ കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ട്. നമ്മൾ ഡമ്മിലിട്ട് ഫോട്ടോ അയച്ച് കൊടുക്കുമ്പോൾ അവർ ചോദിക്കാറുമുണ്ട് ഇത് ഇങ്ങനെയല്ലല്ലോ ഇതുള്ളത് എന്നുള്ളത്. കാരണം സൈസ് വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ലുക്കിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ